ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ വീണ്ടും നിർണായകമായൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെയും SIT അറസ്റ്റ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൈമാറിയത് സ്മാർട്ട് ക്രിയേഷൻസിനാണ്. എന്നാൽ കിട്ടിയത് ചെമ്പുപാളിയാണെന്നും സ്വർണം വേർതിരിക്കാൻ വൈദഗ്ധ്യമില്ലെന്നുമായിരുന്നു പങ്കജ് ഭണ്ഡാരി SIT നൽകിയ ആദ്യ മൊഴി. പ്രതികളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SITയുടെ FIR അടക്കമുള്ള മുഴുവൻ രേഖകളും EDക്ക് ലഭിച്ചു. കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രേഖകൾ ലഭിച്ചത്. രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ ECI രജിസ്റ്റർ ചെയ്യും. ECR രജിസ്റ്റർ ചെയ്യും. വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നു. ജിജീഷ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരം സ്വർണ്ണക്കവർച്ചയിൽ SITയുടെ FIR അടക്കമുള്ള മുഴുവൻ രേഖകളും EDക്ക് ലഭിച്ചുവെന്നാണ്. എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ? അമൽ, സ്വർണ്ണക്കവർച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ. അതായത് ECIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാവുന്ന രേഖകളെല്ലാം തന്നെ ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ലഭിച്ചിരിക്കുന്നു SITയിൽ നിന്ന്. അതിൽ നിലവിലുള്ള FIRകളുണ്ട്. അതുമാത്രമല്ല, ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, റിമാൻഡ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള രേഖകളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പ്രത്യേക അന്വേഷണ സംഘം കൈമാറിയിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും ഈ രേഖകളൊന്നും തന്നെ കൈമാറാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും SIT സംഘം നടത്തിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ ഏത് വിധേനയും തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങളാണ്. അങ്ങനെയാണ് റാന്നി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകിയപ്പോൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷ നൽകിയപ്പോൾ അവിടെയും എതിർത്തു. അതിനുശേഷം പിന്നീട് ഹൈക്കോടതിയെ EDക്ക് സമീപിക്കേണ്ടി വന്നു. തുടർന്നാണ് നേരത്തെയുള്ള റാന്നി കോടതി നൽകാതിരുന്ന ഒരു ഉത്തരവ് അത് റദ്ദാക്കിക്കൊണ്ട് വീണ്ടും കാര്യകാരണങ്ങൾ സഹിതം കോടതിയെ സമീപിക്കാമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് EDക്ക് കടക്കാമെന്നുമുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി വെച്ചത്. തുടർന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിജിലൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. വിശദമായ വാദങ്ങൾ, കാര്യകാരണ സഹിതമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ബോധിപ്പിച്ചു. പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുള്ള കേസാണ്. പ്രാഥമികമായ വിവരശേഖരണത്തിൽ തന്നെ അത്തരം വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാടുകളിൽ വിശദമായ അന്വേഷണം നടത്താൻ കഴിയുന്ന ഒരു അന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയതുകൊണ്ട് തന്നെ ED തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്ന ഒരു കാര്യമാണ് അന്വേഷണ സംഘം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിക്കാവുന്നതിനപ്പുറമുള്ള വിശദമായ അന്വേഷണ തലത്തിലേക്ക് കടക്കാൻ EDക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ED കേസ് ഏറ്റെടുത്ത് എല്ലാ മേഖലകളെയും സ്പർശിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന കാര്യമായിരുന്നു ED വ്യക്തമാക്കിയത്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് മുഴുവൻ രേഖകളും, ED ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും നൽകണമെന്ന ആവശ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ കോടതി വെച്ചത്. തുടർന്ന് ഈ രേഖകളെല്ലാം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ECIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് EDക്ക് മുന്നിലുള്ള ഇനി പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത്. അമൽ, ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SITയുടെ FIR അടക്കമുള്ള മുഴുവൻ രേഖകളും EDക്ക് ലഭിച്ചു. കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രേഖകൾ ലഭിച്ചത്. രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ ECIR രജിസ്റ്റർ ചെയ്യും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ സർക്കാരിനെതിരെ തുറന്നടിച്ച് BJP ജനറൽ സെക്രട്ടറി MT രമേശ്. ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും പ്രതിരോധം മറികടന്നാണ് ED അന്വേഷണത്തിന് കോടതി അനുമതി നൽകിയത്. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശമാണ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങാൻ കാരണം. പത്മകുമാറിൽ അന്വേഷണം അവസാനിപ്പിക്കാനായിരുന്നു സർക്കാരിന്റെ നിർദ്ദേശം. പത്മകുമാറിന്റെ മൊഴി എന്തുകൊണ്ട് SIT വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നും MT രമേശ് ചോദിച്ചു. അന്വേഷണം മരവിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അന്വേഷണ സാധ്യത നേരത്തെ തന്നെ ED